ഇന്ന് ഞാൻ എൻ്റെ ഗാർഡനിലെ കുറച്ച് മഞ്ഞപ്പൂക്കൾ മാത്രം കേട്ടോ, പൂവിട്ടിട്ടുള്ള മഞ്ഞപ്പൂക്കൾ മാത്രം പരിചയപ്പെടുത്താം കേട്ടോ. അപ്പം എൻ്റെ കൊങ്ങിണി കേട്ടോ, മഞ്ഞ കൊങ്ങിണി എന്ന് പറയും, അതുപോലെ തേടിച്ചി എന്ന് പറയും, പിന്നെന്താ അരിപ്പൂ എന്ന് പറയും, ലൻഡാന, ഇതാണ് ഇതിൻ്റെ മെയിൻ പേര് കേട്ടോ. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഇതാ ഈ ഒരു സംഭവം ഗോൾഡൻ ഷവർ, സ്വർണ്ണമഴ എന്നൊക്കെ പറയുന്ന ഈ ഒരു ചെടി. ഇതിലധികം പൂക്കളൊന്നുമില്ല കേട്ടോ. വേനലായപ്പം മൂപ്പര് കുറച്ച് പൂടാൽ കുറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ എന്നും പൂവാട്ടോ. അപ്പോൾ ഇതിൻ്റെ കൊമ്പൊക്കെ ഒന്ന് ഒടിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിലേ അടിപൊളിയായിട്ട് പൂട്ടുള്ളൂ. അത് കഴിഞ്ഞിട്ട് നമ്മുടെ കണിക്കൊന്ന എന്നെ മാത്രം നോക്കുന്നില്ല എന്ന് വിചാരിച്ച് അപ്പുറത്ത് വിട്ടിട്ടാട്ടോ, എൻ്റെ വിട്ടിട്ടില്ല. അപ്പം ഞാൻ മഞ്ഞപ്പൂക്കളൊക്കെ അല്ലേ പരിചയപ്പെടുത്തുന്നത്, അപ്പോൾ അവനെ മാത്രമേ വെറുതെ വിടണ്ടല്ലോ, അവന് ഈ ഒരു സമയത്ത് മാത്രമല്ലേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഞാൻ അവൻ്റെ വീഡിയോ ഒന്ന് എടുത്തിട്ടോ. അപ്പം മഞ്ഞ കണിക്കൊന്ന. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നേരെ ഫോക്കസ് ചെയ്തതാ ഈ ഒരു കുട്ടനെ കേട്ടോ, വേറൊന്നുമില്ല, എൻ്റെ ഈ ഒരു കൊളാമ്പിപ്പൂവ് അല്ലെങ്കിൽ അലമാണ്ട എന്ന് പറയുന്ന ഇവനെ കാണാൻ ഭയങ്കര ഭംഗിയാട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു 4 ഫ്ലവേഴ്സ് ഞാൻ പറഞ്ഞല്ലോ, ഇതിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഫ്ലവേഴ്സ് ഏതാ? അലമാണ്ട ആണോ, അരിപ്പൂവാണോ, അല്ലെങ്കിൽ നമ്മുടെ ഗോൾഡൻ ഷവറാണോ, കൊന്നപ്പൂവാണോ? അപ്പോൾ കൂടുതൽ ഇഷ്ടപ്പെട്ട ഫ്ലവർ ഏതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. നല്ല അടിപൊളിയായിട്ട് എനിക്കിഷ്ടം ഈ ഒരു സംഭവം കേട്ടോ, അലമാണ്ടയാണ്. അടിപൊളിയായിട്ട് എന്നും പൂക്കളുണ്ടാവും, അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. നല്ല ഭംഗിയാട്ടോ ഈ ഒരു പൂക്കൾ കാണാൻ. ഇത് ഞാൻ കുറച്ച് ദിവസം മുമ്പ് ഒന്ന് പ്രൂൺ ചെയ്ത് വെച്ചാട്ടോ. അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഫോളോ ചെയ്ത് കൂടെ കൂടി. ഓക്കെ, ബൈ.